സ്നേഹമുള്ളവരെ, നാളെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാള് നാം ആചരിക്കുകയാണല്ലോ. അതിനൊരുക്കമായി തലശ്ശേരി അതിരൂപത അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആൾക്കാര് ഇന്ന് രാത്രി പഥയാത്രയായി പനച്ചടിയിലേക്ക് തീർത്ഥയാത്ര നടത്തുകയും വിശുദ്ധ യോസേപ്പിന്റെ മധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുണ്യദിനമാണല്ലോ ഇന്ന്. സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നീതിമാൻ എന്ന് പറയുമ്പോൾ നിയമത്തെ അക്ഷരശ പാലിച്ചുകൊണ്ട് ജീവിച്ച യോസേപ്പിനെ അല്ല സുവിശേഷം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക. മറിച്ച് നിയമത്തിലുപരിയായി ദൈവത്തിന്റെ തിരുമനസ് മനസ്സിലാക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന വിശുദ്ധ യോസേപ്പിനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വചനത്തിലാണ് യോസേപ്പ് നീതിമാനാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുക. തന്റെ പ്രതുത വധുവായിരുന്ന മറിയത്തെ ഉപേക്ഷിക്കാനുള്ള ന്യായമായ കാരണങ്ങൾ ഉണ്ടായിട്ട് യോസേപ്പ് പിതാവ് അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടും ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയല്ല എന്ന് മനസ്സിലായപ്പോൾ യോസേപ്പ് പിതാവ് അതിൽ നിന്ന് പിന്തിരിയുകയാണ്. തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവളെ അപമാന വിധേയമാകാൻ ഇഷ്ടപ്പെടാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനാണ് യോസേപ്പ് തീരുമാനിച്ചത്. നീതിമാനായ യോസേപ്പിന്റെ അവരനോടുള്ള കരുണയും സ്നേഹവും കൃപയും ഒക്കെ ദൈവപിതാവിന്റെ ഹൃദയത്തിന്റെ സ്നേഹവും കരുണയും കൃപയും ഒക്കെ ആയി മാറുന്നത് നമ്മളിവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പിതാവ് മറിയത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ദൈവത്തിന്റെ തിരുവിഷ്ടം അന്വേഷിച്ചു. സ്വപ്നത്തിലെ ദൂതൻ യോസേപ്പിന് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അവളെ സ്വീകരിക്കുന്ന യോസേപ്പിനെയാണ് നമ്മൾ തുടർന്ന് കാണുക. നീതിമാനായ യോസേപ്പിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയാണ് നമ്മൾ ദർശിക്കുക. നിയമത്തെക്കാളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളെക്കാളും ഒക്കെ ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുത്ത വലിയ പുണ്യവാനാണ് യോസേപ്പ്. ഈ നീതിമാനായ യോസേപ്പിന്റെ മാർഗം പ്രിയപ്പെട്ടവരെ നമുക്കും അനുഗമിക്കാം. ഈ തീർത്ഥയാത്രയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ പാദങ്ങളും യോസേപ്പിന്റെ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നീതിമാനായ യോസേപ്പിന്റെ ജീവിത മാതൃക അനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തീരുമാനങ്ങളിലും ആത്യന്തികമായി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവഹിതം നിറവേറ്റുകയും ചെയ്ത യോസേപ്പ് നമുക്ക് മാതൃകയായിരിക്കട്ടെ. ആ യോസേപ്പിന്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് കൂട്ടും താങ്ങുമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ പുണ്യദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. നന്ദി. ജപം. ഞങ്ങളുടെ പിതാവായ മാർ യൗസേപ്പെ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവം അഭിമുഖീകരിക്കുന്നതിൽ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു. ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാതനകളിലും സഹനത്തിൻ്റെ പ്രകൃത്യതീതമായ മൂല്യം ഗ്രഹിച്ചു. അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ വത്സല പിതാവേ, അങ്ങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച വിശുദ്ധ യൗസേപ്പെ, ഞങ്ങളുടെ ക്ലേശങ്ങളെ ധീരതയോടെ നേരിടുവാൻ സഹായിക്കണമേ.
യൗസേപ്പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ, നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ.